അറിഞ്ഞില്ല ഞാൻ കൃഷ്ണനെ ചേർത്ത് പിടിച്ചാൽ ഇത്രത്തോളം പൊള്ളുമെന്നുള്ളത്. പൊള്ളും, സ്വാഭാവികമാണത്, പൊള്ളും. അതായത് ഹൈന്ദവരായ ശ്രീകൃഷ്ണ ഭക്തന്മാർക്ക് നീ ഒരു പട്ടി ഷോയാണ് കാണിക്കുന്നുള്ളത് മനസ്സിലായി. തലയിൽ കൂടെ ഒരു തട്ട വിട്ടുകൊണ്ട് സ്വന്തം മതത്തെ ബഹുമാനിക്കാത്ത, സ്വന്തം ദൈവത്തെ ബഹുമാനിക്കാത്ത നീ എങ്ങനെ അന്യമതത്തിൽപ്പെട്ട ശ്രീകൃഷ്ണനെ ഇത്രത്തോളം സ്നേഹിക്കുന്നത് എന്ന് തോന്നിത്തുടങ്ങും. ചിന്തിച്ചിട്ടുണ്ടാവും ഹൈന്ദവരായ ബുദ്ധിയുള്ള ഹൈന്ദവരായവർ. അപ്പോൾ സ്വാഭാവികമായിട്ട് നിനക്ക് പൊള്ളും. പിന്നെ നീ കൃഷ്ണനെ ചേർത്ത് പിടിച്ചത് എന്തിനാണെന്നും മറ്റൊരു മതത്തെ കുറ്റം പറയാനോ ആക്ഷേപിക്കാനാണെന്നുള്ളതും ചില ഹൈന്ദവരായ ആൾക്കാർക്ക്, ബുദ്ധിയുള്ള ഹൈന്ദവരായ ജനങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും പൊള്ളുമല്ലോ, കുറ്റം പറയാൻ പറ്റില്ല. ഒന്നല്ലെങ്കിൽ നീ തട്ടം മാറ്റിയിട്ട് ശ്രീകൃഷ്ണനെ സ്നേഹിക്കുക, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ചെയ്യും. കൃഷ്ണനോടുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഈ വരയായിട്ട് മുമ്പോട്ട് പോയത്. നിനക്ക് ശ്രീകൃഷ്ണൻ്റെ മേലെ വിശ്വാസം, മൈരാണ് നിനക്ക് വിശ്വാസം. നീ കല്യാണം കഴിച്ചിരിക്കുന്ന തന്നെ ഒരു ഹൈന്ദവനല്ലേ. ആ ഹൈന്ദവനെ പോലും നീ പറ്റിക്കുകയാണല്ലോ. എന്തിന്? ഹിന്ദു മതത്തെ പോലും നീ പറ്റിക്കുകയാണ്. കാരണം എന്തായാലും നിനക്ക് ഈ ഇസ്ലാം മതത്തെ വിശ്വാസമില്ല. ഇസ്ലാം മതത്തെ വിശ്വാസമില്ലാത്ത നീ ഒരു ഹൈന്ദവനെ കല്യാണം കഴിച്ചിട്ട് പിന്നെ എന്തിനാണ് ഈ തട്ടുവിട്ടുകൊണ്ട് തലയിൽക്കൂടെ നടക്കണത്? എന്നിട്ട് എന്തിനാണ് ഗുരുവായൂർ അമ്പലത്തിൽ കയറണത്? ഇത് തന്നെ ഒരു പട്ടി ഷോ അല്ലേ? അതായത് നീ 2 തോണിയും കൂടി തുഴഞ്ഞു പോകാമെന്ന് വിചാരിച്ചു. ഞാൻ അന്നേ പറഞ്ഞു, 2 തോണിയും കൂടി തുഴയുമ്പോൾ നട കീറിപ്പോകുന്നു. ഏതെങ്കിലും ഒരു തോണിയിൽ, ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം, മനസ്സിലായ? അല്ലെങ്കിൽ ഇങ്ങനെ കാരണം മോങ്ങേണ്ടി വരും. ഇപ്പോൾ ഹൈന്ദവരക്ക് ബുദ്ധി വെച്ച് തുടങ്ങിയപ്പോൾ, ഇപ്പോൾ വരുമാനം മുട്ടിയപ്പോൾ പട്ടി ഷോ ആയിട്ട് ഇറങ്ങിയിരിക്കുക, കള്ളക്കരച്ചിലുമായിട്ട്. ആദ്യം വെറും ഒരു കൗതുകമായിരുന്നു, പിന്നെ അതൊരു വരുമാന മാർഗമായി, പിന്നെ അത് വിശ്വാസത്തോടെ കൂടെ മുമ്പോട്ട് കൊണ്ടുപോയാൽ തുടങ്ങി. കാരണം നമ്മൾ തിന്നുന്ന ചോറ് വിശ്വാസമല്ലേ, നമുക്ക് തിന്നാൻ പറ്റൂല. ആരാ ഈ വിശ്വാസത്തിൻ്റെ കാര്യത്തൊക്കെ പറയുന്നത് മോളെ? എന്ത് വിശ്വാസം നിനക്കുള്ളത്? നീ ഹിന്ദു മതത്തെയും പറ്റിക്കുകയാണ്, ആ ശ്രീകൃഷ്ണനെയും പറ്റിക്കുകയാണ്, പിന്നെ ഇസ്ലാം മതത്തെ താട്ടിക്കെട്ടുക, ആക്ഷേപിക്കുക, കളിയാക്കുക. ജനിച്ച മതത്തോടെ നീ വിശ്വാസം കാണിച്ചിട്ടില്ല. വിശ്വാസം പോട്ടെ, ഒരു 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 സ്നേഹം അല്ലെങ്കിൽ ഒരു ഞാൻ ജനിച്ച മതത്തിനോടുള്ള ഒരു 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 ബഹുമാനം പോലും നീ കാണിക്കാത്ത നീയാണ് ഹിന്ദു മതത്തിനെ സ്നേഹിച്ചു, ശ്രീകൃഷ്ണനെ സ്നേഹിച്ചു എന്നൊക്കെ പറയണത്. ആരോടാണ് ഈ കഥ ഇറക്കണത്? നീ വെറും എല്ലാം ഒരു ബിസിനസ്, ശ്രീകൃഷ്ണനടക്കം നീ വിൽക്കുക ചെയ്യുന്നത്. വിശ്വാസത്തിനുള്ള ചോറ് തിന്നാൻ പറ്റാതായപ്പോൾ ഛർദിച്ചോ? എന്ത് പറ്റി? ഛർദിച്ചു പോയോ? പക്ഷെ മറ്റു മതത്തിൽ നിന്ന് വന്ന് കണ്ണനെ ചേർത്ത് പിടിച്ചതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ സോഷ്യൽ മീഡിയ എന്നെ ഇങ്ങനെയും ഉപദ്രവിക്കുന്നത്. അല്ലല്ല മോളെ, അത് നിനക്ക് വെറും തോന്നലാണ് മോളെ. എത്രയോ മുസ്ലിം ആൾക്കാർ ഹിന്ദു മതം സ്വീകരിച്ചവരുണ്ട്, അതേപോലെ എത്രയോ ക്രിസ്ത്യാനികൾ ഹിന്ദു മതം സ്വീകരിച്ചിട്ടുണ്ട്. അവരെല്ലാവരും അവരുടെ കഴിവുകളെയാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ഇതുപോലെ പട്ടി ഷോ കാണിക്കാറില്ല. നീ നിൻ്റെ കഴിവിനെയല്ല വിശ്വസിക്കുന്നത്, ഒരു മതത്തെ മറവാക്കി വെച്ചുകൊണ്ട് തലയിലൊരു തട്ട് ഇട്ടുകൊണ്ട് അതിനൊക്കെ ബിസിനസ്സാക്കി മാറ്റിയാണ് നിൻ്റെ പരിപാടി. നീ വരയ്ക്കുന്ന കൃഷ്ണനെ മേലെ നിനക്ക് ഒട്ടും വിശ്വാസമില്ല, നിൻ്റെ കഴിവിനും നിനക്ക് വിശ്വാസമില്ല. അങ്ങനെയാണ് നീ ബിസിനസ് ചെയ്യണത്. അതുകൊണ്ടാണ് നീ മൂഞ്ചി പോകുന്നത്, മനസ്സിലായോ? നീ ഹിന്ദു മതത്തിൽ ഹൈന്ദവനെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദു മതപ്രകാരമായി നടക്ക്, ഹിന്ദു മതത്തിൻ്റെ പോലെ ആചാരങ്ങൾ കൊണ്ട് നടക്ക്, നിന്നെ ആരും ഉപദ്രവിക്കില്ല. പക്ഷെ ഒരു മതത്തെ മറവാക്കി വെച്ചിട്ട് കൊഞ്ഞണം കുത്തണ ഈ പരിപാടിക്ക് നിന്നാൽ കളിയാക്കും. ഞാൻ ചെയ്ത തെറ്റ് എന്താണ്? മറ്റൊരു മതസ്ഥയായിട്ട് കണ്ണനെ ചേർത്ത് പിടിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? അയ്യോ അതല്ല മോളെ, മറ്റൊരു മതത്തെ കൊഞ്ഞണം കുത്താൻ വേണ്ടി ആയിട്ട് ഒരു പട്ടി ഷോ കാണിക്കുന്നുണ്ടല്ലോ. കൃഷ്ണനെ വിൽക്കുന്ന നേരത്തെ തട്ട വിടുക, കൃഷ്ണനെ വിറ്റ് കഴിയുമ്പോൾ തട്ട ഊരി വലിച്ചെറിയുക. ഗുരുവായൂർ അമ്പലത്തിൽ കയറുമ്പോൾ തട്ട വിടുക, ഗുരുവായൂരിൻ്റെ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങിയ തട്ട ഊരി വലിച്ചെറിയുക. പിന്നെ നിൻ്റെ ഈ കൊഞ്ചിക്കൊഴയൽ, ഓവർ ബിൽഡപ്പ്, ഇതൊക്കെ കൃഷ്ണൻ വിഷയമാണ്. അതാണ് നിനക്കുള്ള പ്രശ്നം. അതൊക്കെ ഒഴിവാക്കിയിട്ട് ശ്രീകൃഷ്ണന് ഇങ്ങനത്തെ ഉടായ്പകൾ ഇഷ്ടമല്ല, അതുകൊണ്ടായിരിക്കും. നീ ശ്രീകൃഷ്ണൻ്റെ പാതയിലാണ് പോകണമെങ്കിൽ ആ പാതയിലങ്ങ് പോകണം, അതല്ല അതിൻ്റെ ശരി. അതാണ് എൻ്റെ കൂടെ. ആണോ നിങ്ങൾ എന്നിൽ കാണുന്ന തെറ്റ്? പലരും പറയുന്നു ഞാൻ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുകയാണെന്ന്. അല്ല, ബുദ്ധിയുള്ള എല്ലാ മനുഷ്യന്മാർക്കും അറിയാം നീ ഹിന്ദുക്കളെ പറ്റിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഹിന്ദുക്കളെ മാത്രമല്ല, ആ ഗുരുവായൂർ അമ്പലത്തിനെയും പറ്റിക്കുന്ന അവിടെ ഇരിക്കുന്ന ശ്രീകൃഷ്ണനെയും നീ പറ്റിച്ചിട്ടാണ് ജീവിക്കുന്നത്. നീ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുന്നത് ഒരു കഴിവാണ്, ആ കഴിവ് എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളാരും അസൂയപ്പെടണ്ട.
എന്ന് പറഞ്ഞ് കുളച്ചല്ലോ ആ പീളവായും വെച്ചിട്ട്. അപ്പോഴേ ഞാൻ വിചാരിച്ചത് ഇങ്ങനെയൊക്കെ ഇത് അവസാനിക്കുള്ളൂ എന്ന്. പറ്റിച്ചിട്ടല്ല ജീവിക്കുന്നത്, ഞാൻ അധ്വാനിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഞാൻ ഉറക്കൊഴിഞ്ഞ് ചിത്രം വരച്ചിട്ടാണ് ജീവിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്. നിന്നെക്കാളും കഴിവുള്ള എത്രയോ ഹൈന്ദവ സ്ത്രീകൾ നിന്നെക്കാളും സൂപ്പറായിട്ട് ശ്രീകൃഷ്ണനെ ചിത്രം വരയ്ക്കുന്നവരുണ്ട്. അവർക്കൊന്നും ഇല്ലാത്തൊരു പുതുമ എന്താണപ്പോൾ നിനക്ക്? അതാണ് ഇവിടെ വിഷയം. അവരൊന്നും കാണിക്കാത്ത ഒരു പട്ടിഷോ നീ ഇവിടെ കണ്ട് കാണിക്കുന്നുണ്ടല്ലോ, അതാണ്. ശ്രീകൃഷ്ണനെ വരച്ചോ വിൽക്കുക ഇതൊന്നും ഇവിടെ വിഷയമല്ല. പക്ഷേ ഹൈന്ദവരായ സ്ത്രീകൾ നിന്നെക്കാളും അടിപൊളിയായി ചിത്രം വരയ്ക്കുന്ന സ്ത്രീകൾക്ക് അവിടെ കിട്ടാത്ത ഒരു പ്രത്യേകത, എന്ത് പുല്ലാണ് നിനക്കുള്ളത് എന്നാണ് ഇവിടെ വിഷയം. അവിടെയാണ് വിഷയം. അപ്പോൾ ഒരുപാട് കയറി അങ്ങ് തുള്ളിയാലുണ്ടല്ലോ അത് അറ്റങ്ങട് വീഴും. നീ ആദ്യം ചെയ്യേണ്ടത് കാല് രണ്ട് തോണിയിൽ വെച്ച് തുഴയണ്ട. ഒരു കാല് ഒരു തോണിയിൽ വെച്ചിട്ട് ഒറ്റ തോണിയിൽ കൊണ്ട് തുഴഞ്ഞു പോകും. അപ്പോൾ പ്രശ്നമില്ല. മനസ്സിലായ? ഞാൻ വിൽക്കുന്നത് എൻ്റെ കഴിവിനെയാണ്. അത് കണ്ണനായി മാറിയത് എൻ്റെ തെറ്റല്ല. നീ ഇങ്ങനെ കടന്നു മോങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല. എല്ലാ ഹൈന്ദവരുമാരും സംഘികളാണെന്നുള്ള നിന്റെ വിചാരമുണ്ടല്ലോ, അത് നീ മാറ്റിക്കോ. എല്ലാ ഹൈന്ദവരും സംഘികളല്ല, മനസ്സിലാക്കിക്കോ. നല്ല മനുഷ്യന്മാരാണ് ഹൈന്ദവർ, ഒരുപാട് കുറച്ചു പേരാ സംഘികൾ. ആ സംഘികളെ കണ്ടിട്ട് നെഗളിക്കണ്ട, മൂഞ്ചിപ്പോവും. അതുകൊണ്ട് കൃഷ്ണനെ വിൽക്കുക, വരയ്ക്കുക, എന്തുമാണ് ചെയ്തോ. പക്ഷേ മറ്റൊരു മതത്തെ ഊക്കിക്കൊണ്ട് നീ അങ്ങനെ ഇവിടെ കച്ചവടം ചെയ്യണ്ട എന്നായിരിക്കും ഹൈന്ദവർ വിചാരിച്ചിട്ടുണ്ടാകുക. അതവരെ കുറ്റം പറയാൻ പറ്റില്ല, സ്വാഭാവികമാണ്. പട്ടി ഷോ കണ്ടിട്ട് എത്ര എന്ന് പറഞ്ഞത് സഹിക്കുക? ഒരു പരിധിയില്ലേ ഈ ഷോ കാണിക്കണേന്. അതുകൊണ്ടാണ് ആ കഴിവിനെ വിട്ടതുകൊണ്ടാണ് ഞാൻ ഇത്രത്തോളം മോശക്കാരിയായി സമൂഹത്തിൻ്റെ മുമ്പിൽ മാറിയത്. രണ്ട് മുഖങ്ങളുള്ള മനുഷ്യരാണ് നമ്മുടെ സമൂഹത്തിൽ. അത് കുട്ടിയെ നിനക്ക് വെറും തോന്നലാണ്. കാരണം നീ രണ്ട് തോണിയിൽ കാല് വെച്ചിട്ടാണല്ലോ നിൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് പോണത്. അല്ല, നിൻ്റെ കഴിവിനെയല്ല നീ ബിസിനസ് ആക്കണത്. അതുകൊണ്ട് നിനക്ക് തോന്നിപ്പോവുക, സ്വാഭാവികമാണത്. അതായത് ഹിന്ദുക്കൾ ഹൈന്ദവർ ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞാൽ നീ വെറും ഉടായ്പാണെന്നുള്ളത്. അതായത് കൃഷ്ണനെ വിൽക്കുമ്പോൾ തട്ടുവിടുക, കൃഷ്ണനെ വിറ്റ് കഴിഞ്ഞാൽ തട്ട ഉരി വലിച്ചെറിയുക. ഗുരുവായൂരമ്പലത്തിൽ കയറുമ്പോൾ തട്ടുവിടുക, ഗുരുവായൂരമ്പലത്തിൽ നിന്ന് പുറത്ത് വരുമ്പോൾ തട്ട ഉരി വലിച്ചെറിയുക. അതേപോലെ ഈ വീഡിയോ ചെയ്യുമ്പോൾ തട്ടുവിട്ടിട്ട് വന്ന് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നോർമലായി വന്ന് ചെയ്യാമല്ലോ. എന്തിനാണ് നീ ഈ തട്ടുവിട്ടിട്ട് വന്നിട്ട് ഈ പട്ടിഷോ കാണിക്കുന്നത്? ഒരു സെൻറ്റ് കിട്ടാൻ അല്ലേ? ഒരു സെൻറ്റ് കിട്ടാനല്ലേ? ഈ വീഡിയോ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ ഈ തട്ട ഊരി വലിച്ചെറിഞ്ഞിട്ട് വീണ്ടും നീ ഹിന്ദുക്കളെ പറ്റിച്ചേ എല്ലാവരിലും മൂഞ്ചിച്ചേ എന്നിട്ടല്ലേ നീ പോവുക. ഉടായ്പ് റാണി, എൻ്റെ പൊനെ, നിൻ്റെ ഒരു അഭിനയം ഓസ്കർ കിട്ടണ്ട അഭിനയ. ഇനിയിപ്പോൾ ഹിന്ദുക്കൾ മൊത്തം ബുദ്ധി വെച്ചതുകൊണ്ട് കൂലിപ്പണി എടുക്കേണ്ടി വരുമോ? വേറെ അസുഖമുണ്ടോ? പണിയെടുത്ത് ജീവിക്കേണ്ട അവസ്ഥയാവോ? ഇതിനു മുമ്പ് ഹരിത എന്ന് പറഞ്ഞൊരു ലേഡി തലേ ദിവസം എൻ്റെ ഫാനാണെന്ന് പറഞ്ഞു, പിറ്റേ ദിവസം എന്നെ കുറ്റം പറഞ്ഞു പോസ്റ്റ് ഇട്ടു. അയ്യോ, ആ ഹരിത എന്ന് പറയുന്ന സ്ത്രീ അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. അവർ വിചാരിച്ചാണ് നീ നല്ലവളായിരിക്കുന്നത്. പിന്നെയായിരിക്കും നീ വെറും ഒരു ഉടായ്പാണെന്ന് അവർക്ക് മനസ്സിലായി തോന്നിയത്. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. അതുകൊണ്ട് അവരെ കുറ്റം പറയാൻ പറ്റില്ല. നമ്മളെ ഞാൻ ആലോചിക്കണം അതല്ല. പണ്ടൊക്കെ ഗുരുവായൂരമ്പലത്തിൽ അന്യമതക്കാർക്ക് ഇവിടെ പ്രവർത്തനമില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള സ്ഥലത്ത് നിന്നെ എങ്ങനെ കയറ്റിയെന്നാണ് ഞാൻ പല പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ. ഇനി അത് പോട്ടെ, യേശുദാസ് ഒന്നാമത് ക്രിസ്തു മതത്തിൽ നിന്ന് ഹിന്ദുമതം സ്വീകരിച്ച ഒരു വ്യക്തിയാണ്. അവിടെ പാടാനുള്ള അവസരമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ യേശുദാസിന് പോലും അവിടെ പാടാനുള്ള അവസരം കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ യേശുദാസിൻ്റെ അത്രയും വലിയ ആളൊന്നല്ലല്ലോ നീ. അയാൾക്ക് അവിടെ പാടാൻ സമ്മതിക്കാത്ത നിന്നെ എങ്ങനെയാണ് ഇവിടെ കയറ്റി ഈ പട്ടിഷോ കാണിക്കുന്ന ആൾക്കാർ സമ്മതിച്ചെന്നാണ് ഞാൻ പല പ്രാവശ്യം ആലോചിച്ചിരിക്കുന്നത്. എങ്ങനെ സാധിക്കണത് ഇതൊക്കെ? സംഖ്യകളുടെ കൂട്ടുപിടിച്ചിട്ടാ സംഖ്യകളെ നാം പിന്നെ മൂഞ്ചിനെ. അത്രത്തോളം ഒന്നും തെറ്റൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ മക്കളെ. കണ്ണനെ ചേർത്ത് പിടിച്ചതിന് ഇങ്ങനെ പൊള്ളൂന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. കണ്ണനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണനെ ചേർത്ത് പിടിക്കുക. കണ്ണനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉടായ്പ പരിപാടിക്ക് ഇറങ്ങിയാൽ പൊള്ളും, അതെന്തായാലും പൊള്ളും. പിന്നെ നിൻ്റെ ഈ ഉടായ്പ പരിപാടിയും നിൻ്റെ ഈ പട്ടി ഷോയും കണ്ട് സഹിക്കാൻ പറ്റാത്ത എത്രയോ ഭക്തരായ ശ്രീകൃഷ്ണ ഭക്തരായ ഹൈന്ദവരുണ്ട്. അവരുടെ ശാപം അത് നിന്നെ വെറുതെ വിടില്ല. നീ ഇനിയും കരയും, ഇതിലേറെ കരയും. നിന്നെ ഈ കാട്ടിക്കൂട്ടാൻ വേണ്ടി നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന സംഘികൾക്കും ഇതൊരു എട്ടിൻ്റെ പണി തന്നെ കിട്ടും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ആ ഗുരുവായൂരമ്പലത്തിൽ നിന്ന് അടിച്ച് ചൂലുകൊണ്ട് അടിച്ച് പുറത്താക്കി ചാണകവെള്ളം തെളിച്ച് ശുദ്ധീകരിക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം അങ്ങനെയാണത്.
ആർക്ക് എന്തിന്? നീ ചെയ്യുന്നത് അന്യമതക്കാർക്കും പോലും ഇഷ്ടപ്പെടുന്നില്ല. കാരണം അതുപോലുള്ള പട്ടിഷോയല്ല അവിടെ കാട്ടിക്കൂട്ടുന്നത്. ഹൈന്ദവരായ ലേഡികൾക്ക്, ഇതിനേക്കാളും ചിത്രം വരയ്ക്കുന്ന ലേഡികൾക്ക് കിട്ടാത്ത ഒരു ബഹുമതിയും അവർ കാണിക്കാത്ത വലിയൊരു പട്ടിഷോയുമാണ് സ്വന്തം കഴിവിനെ പോലും വിശ്വാസമില്ലാതെ നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, എത്രയും പെട്ടെന്ന് നല്ലവരായ ഹൈന്ദവരെ ഈ സാധനത്തിന് ആ ഗുരുവായൂർ അമ്പലത്തിന് ചൂലുകൊണ്ട് അടിച്ച് പുറത്താക്കിയിട്ട് ചാണകവെള്ളം തെളിച്ച് ശുദ്ധീകരിക്കണമെന്നാണ് എൻ്റെ ഒരു ഇത്. ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുക എന്ന് പറയുന്ന ആൾക്കാരെടുത്ത് അതും ഒരു കലയാണ് മക്കളെ. ആ കഴിവ് എനിക്കുണ്ടെന്ന് കരുതിയിട്ട് നിങ്ങളിങ്ങനെ അസൂയപ്പെടരുത്. ഊത്തുകൊള്ളാം. ഒരു പി വാങ്ങിയിട്ട് നീയും നിന്റെ ഭർത്താവും കൂടി വീട്ടിലിരുന്ന് ഊതേണ്ടി വരും തോന്നുന്നു. മാറി ഈ പോക്ക് പോയ വല്ലാത്ത ജാതി.